ഗൗരവ് റെയിൽവേ സ്റ്റേഷനടുത്ത് ഗോപി ആലു പറാത്ത തയ്യാറാക്കിക്കൊണ്ട് വിറ്റുകൊണ്ടിരുന്നു. വരൂ വരൂ, ചൂടുള്ള ഗോപി ആലു പൊറോട്ട കഴിക്കൂ. ഗൗരവിന്റെ വീട്ടിൽ അവന്റെ അമ്മ, ഭാര്യ, പിന്നെ അവന്റെ മകളും ഉണ്ടായിരുന്നു. ഗൗരവ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കും. എന്നാലും അദ്ദേഹത്തിന് കഷ്ടപ്പാടിൽ നിന്ന് പുറത്തു വരാൻ സാധിച്ചില്ല. നോക്കൂ, ഗോപി ആലു പറാത്ത ചെയ്യാൻ ഒരുപാട് ചിലവാകുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ സാധാ പറാത്ത വിറ്റ് നോക്കൂ. അതുകൊണ്ട് നമുക്ക് ചിലവും കുറയും, നമ്മുടെ ലാഭവും കൂടും. ഇല്ല, ഞാനങ്ങനെ ചെയ്യില്ല. സാധാരണ പൊറോട്ട ആർക്കും ഇഷ്ടമല്ലെന്നേ. അച്ഛൻ ഗോപി ആലു പൊറോട്ടയാണ് ചെയ്തു വിറ്റിരുന്നത്. അതുകൊണ്ട് ഞാനും ഇത് തന്നെ ചെയ്യും. ഗൗരവിന് പലതരം കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അവർക്ക് പലതരം ഡിമാൻഡ്സും ഉണ്ടായിരുന്നു. ചേട്ടാ, പൊറോട്ട മാത്രമല്ല ഗോപി ആലുവും കുറച്ച് തരൂ. പിന്നെ എനിക്ക് പൊറോട്ടയുടെ കൂടെ പച്ചക്കറി വേണം. എനിക്ക് പൊറോട്ടയുടെ കൂടെ അച്ചാറ് തരണം. എനിക്ക് പൊറോട്ടയുടെ കൂടെ തൈര് വേണം. ഗൗരവിന് ചില സമയത്ത് തന്റെ കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡ്സ് കേട്ട് മടുത്തു പോകും. പൊറോട്ടയുടെ കൂടെ നിങ്ങൾക്ക് പച്ചക്കറി വേണമെങ്കിൽ നിങ്ങൾ പ്രത്യേകം പണം തരണം. എനിക്ക് പ്രത്യേകിച്ചൊന്നും തരാൻ പറ്റില്ല. കണ്ടോ കണ്ടോ, ഈ ഗൗരവ് പച്ചക്കറിക്ക് പ്രത്യേകം പൈസ ചോദിക്കുന്നു. വരൂ വരൂ, നമുക്ക് ആർക്കും ഈ കടയിൽ നിന്ന് കഴിക്കണ്ട. അയ്യോ, ഒരു നിമിഷം, നിങ്ങൾ എവിടെ പോകുന്നു? ഒന്ന് നിൽക്കൂ. ഒരു ദിവസം ഗൗരവ് വളരെ വിഷമിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. എന്തു പറ്റി? ഇപ്പോൾ കസ്റ്റമേഴ്സ് വരുന്നത് കുറഞ്ഞുകൊണ്ടേ വരുന്നു. ജനങ്ങൾക്ക് പണം തരാനും താല്പര്യമില്ല. എന്നാൽ തൈര്, അച്ചാറ്, പച്ചക്കറി ഇതെല്ലാം ചോദിക്കുന്നു. വരൂ, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. അപ്പൊ ഒന്ന് റിഫ്രഷ് ആകും. നമ്മുടെ അടുത്ത് ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോകാനുള്ള പണമൊന്നുമില്ല. അതുകൊണ്ട് നിന്റെ വീട്ടിലേക്ക് നമുക്ക് പോകാം. ഗൗരവ് ചുറ്റിക്കാണാൻ അമ്മായിമ്മയുടെ വീട്ടിൽ ചെന്നു. അതൊരു ഗ്രാമമാണ്. വഴിയിൽ ഗൗരവനും ഗൗരവിന്റെ ഭാര്യയ്ക്കും വളരെ ദാഹിച്ചു. അവർക്ക് എവിടെ നിന്നോ വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം കേട്ടു. ഈ അരുവിയുടെ ശബ്ദം കിഴക്ക് ദിശയിൽ നിന്നാ വരുന്നത്. ഗൗരവും അവന്റെ ഭാര്യയും കിഴക്ക് ഭാഗത്തിലേക്ക് പോയി. അവർ കുറച്ചകലെ വെള്ളച്ചാട്ടവും കണ്ടു. ഈ അരുവി കാണാൻ നല്ല രസം. ഗൗരവും അവന്റെ ഭാര്യയും വെള്ളം കുടിച്ച് അവരുടെ ദാഹം മാറ്റി. അതോടൊപ്പം കൈകാലം കഴുകി. അവരവിടെ നിന്ന് പുറപ്പെടുമ്പോൾ ആരോ വേദനയിൽ പിടയുന്ന പോലെ ശബ്ദം കേട്ടു. ഈ ശബ്ദം വെള്ളച്ചാട്ടത്തിന്റെ പുറകെ നിന്നാണ് കേൾക്കുന്നത്. അരുവിയിലേക്ക് ഒന്ന് ചാടി നോക്കണം. അപ്പോഴേ അവിടെ എന്താണുള്ളതെന്ന് മനസ്സിലാകൂ. പക്ഷെ വെള്ളച്ചാട്ടത്തിന്റെ അകത്തേക്ക് പോകുന്നത് ഒരു ആപത്തായാലോ? ഇത് എന്തെങ്കിലും ട്രാപ്പായി കൂടിയിരിക്കാം. അപ്പോഴാണ് വെള്ളച്ചാട്ടത്തിൽ നിന്ന് ശബ്ദം കേട്ടത്. ഞാൻ ഒന്നിനു വേണ്ടിയും ഇവിടെ വലവീശിയതല്ല. എന്നെ രക്ഷിക്കൂ. ഞാനൊരു സ്വാമിയാണ്. എന്നെ ഇവിടെ നിന്നും മോചിപ്പിക്കൂ. ഞാൻ ആ അരുവിക്കകത്ത് പോയി നോക്കാൻ പോകുക. ഒരുപക്ഷെ ഞാൻ അവിടെ അകപ്പെട്ടാൽ എന്നെ പോലെ ആരെങ്കിലും സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കില്ലേ? ഗൗരവ് വെള്ളച്ചാട്ടത്തിൽ ചെന്നു. അവിടെ നോക്കുമ്പോൾ ഒരു മുനിയെ മുള്ളുകൊണ്ടുള്ള തൂണിൽ കെട്ടിയിട്ടിരുന്നു. അദ്ദേഹത്തിന്റെ പുറത്തു നിന്ന് രക്തം വന്നു. നിങ്ങൾ ആരാണ്? നിങ്ങൾ എങ്ങനെ ഇവിടെ അകപ്പെട്ടു? ഞാൻ നിന്നോട് എല്ലാം പറയാം. ആദ്യം എന്നെ ഒന്ന് മോചിപ്പിക്കൂ. ഗൗരവ കെട്ടയച്ചിട്ടു. മുനി ഇപ്പോൾ മോചിതനായി. നിനക്ക് ഒരുപാട് ഒരുപാട് നന്ദി. ഞാൻ ഒരു സ്വാമിയാണ്. എന്റെ അടുത്ത് ചില ശക്തികളുമുണ്ട്. മനുഷ്യരുടെ ആഗ്രഹങ്ങളെല്ലാം എനിക്ക് നിറവേറ്റാൻ കഴിയും. ജനങ്ങൾ എന്റെ ശക്തി തെറ്റായി ഉപയോഗിക്കാൻ തുടങ്ങി. ഞാൻ അവരുമായി അംഗീകരിക്കാത്തപ്പോൾ എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഇതുപോലെ അടച്ചു വെച്ചു. ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ യഥാർത്ഥത്തിൽ ശക്തി ഉണ്ടെങ്കിൽ നിങ്ങളെന്താ അതുപയോഗിച്ച് വെളിയിലേക്ക് വരാത്തത്? ഞാൻ എന്റെ ശക്തികൾ ഒരിക്കലും എനിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പാടില്ല. ശരി സ്വാമി, ഞാനെന്നാൽ പുറപ്പെടുക. എനിക്കെന്റെ അമ്മായിയമ്മ വീട്ടിലെത്തണം. ഒരുപാട് ലേറ്റായി. നീ എന്തിനാണ് വെറും കൈയോടെ പോകുന്നത്? നീ എന്നെ സഹായിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ നിന്നെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത് ചോദിക്ക്. ഇല്ല സ്വാമി, ഞാൻ എന്റെ ജീവിതത്തിൽ കഠിനമായി അധ്വാനിച്ച് സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നു. ഗൗരവ് പറഞ്ഞത് കേട്ട് മുനി സന്തോഷിച്ചു. അവർ മനസ്സിനുള്ളിൽ ഗൗരവിനെ ആശീർവദിക്കുകയും ചെയ്തു. ഗൗരവ് അമ്മായിമ്മയുടെ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം അദ്ദേഹം വീണ്ടും തന്റെ ഗോപി ആലു പറാത്ത ബിസിനസ് തുടങ്ങി. വരൂ വരൂ, ചൂടുള്ള രുചിയുള്ള ആലു ഗോപി പൊറോട്ട കഴിക്കൂ. വരൂ വരൂ. കസ്റ്റമേഴ്സ് വീണ്ടും അവരുടെ ഡിമാൻഡുകൾ ചോദിക്കാൻ തുടങ്ങി. ഇവിടെ നോക്കൂ, പൊറോട്ടയുടെ കൂടെ പച്ചക്കറി വേണം. എന്നാൽ പച്ചക്കറിയൊന്നുമില്ല. അപ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പറാത്തയിൽ നിന്ന് ഉപ്പേരി പുറത്തേക്ക് വന്നത്. എനിക്ക് പൊറോട്ടയോടൊപ്പം തൈര് വേണം. എന്റെ അടുത്ത് തൈരുമില്ലല്ലോ. പക്ഷെ പെട്ടെന്ന് ആ കസ്റ്റമറിന്റെ പറാത്തയ്ക്ക് പുറത്ത് തൈരും പുറത്തു വന്നു. എനിക്ക് പൊറോട്ടയുടെ കൂടെ അച്ചാറ് വേണം. എന്നാൽ എന്റെ അടുത്ത് അച്ചാറുമില്ല. അപ്പോഴാണ് മൂന്നാമത്തെ കസ്റ്റമറിന്റെ പ്ലേറ്റിൽ നിന്ന് അച്ചാറും വന്നത്.
അവിടെയുള്ളവർ ആശ്ചര്യപ്പെട്ടു നോക്കി. ഇതെന്താണിത്? ഞാൻ 3 പേർക്കും പച്ചക്കറിയും തൈരും അച്ചാറും കൊടുത്തില്ലല്ലോ. എന്നാൽ ഇതെല്ലാം ഇവരുടെ പ്ലേറ്റിൽ എങ്ങനെ വന്നു? അപ്പോഴാണ് ഗൗരവ് ഇതിനു മുന്നേ വെള്ളച്ചാട്ടത്തിനുള്ളിൽ രക്ഷിച്ച് മുനി അവിടേക്ക് വന്നത്. ഇവിടെ നോക്കൂ, 2 പൊറോട്ട തരൂ, തൈരും അച്ചാറും പച്ചക്കറിയും തരൂ. അങ്ങനെ പറഞ്ഞ് മുനി അപ്രത്യക്ഷിതപ്പെട്ടു. ഈ അത്ഭുതങ്ങളെല്ലാം ആ മുനി കാരണമാണ് സംഭവിക്കുന്നതെന്ന് ഗൗരവിന് ഇപ്പോൾ മനസ്സിലായി. ഇപ്പൊ ഗൗതമിന്റെ അടുത്തേക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് വന്നു. എല്ലാവരും പറാത്ത കഴിക്കാനാണ് വന്നത്. അവരുടെ പറാത്തയ്ക്കൊപ്പം ഉപ്പേരി, തൈര്, അച്ചാറ് എന്ത് ചോദിച്ചാലും അതാ പറാത്തയിൽ നിന്ന് പുറത്തേക്ക് വന്ന് അവരുടെ പ്ലേറ്റിലേക്ക് വരും. ഗൗരവ് സത്യസന്ധമായി പറാത്തയുടെ പൈസ മാത്രം വാങ്ങിക്കൊണ്ടിരുന്നു. കുറച്ച് ദിവസം കൊണ്ട് ഗൗരവ് വലിയ പണക്കാരനുമായി. ഗൗരവ് എല്ലാവരോടും നടന്ന സത്യം പറഞ്ഞു. അതായത് ഒരു മുനി കാരണമാണ് ഈ അത്ഭുതങ്ങൾ നടക്കുന്നത് എന്ന്. അദ്ദേഹത്തെയാണ് ഗൗതം വെള്ളച്ചാട്ടത്തിനകത്ത് രക്ഷിച്ചത്. പിന്നെ ആ മുനി വെള്ളച്ചാട്ടത്തിനടുത്തിരുന്ന് തപസ് ചെയ്തുകൊണ്ടേയിരുന്നു. ഗൗരവിന്റെ അടുത്ത് ദീപക് എന്നാൽ പറാത്ത തള്ളുവണ്ടി വെച്ചുകൊണ്ടിരുന്നു. അദ്ദേഹവും പറാത്ത തന്നെയാണ് വിറ്റത്. അവനെന്ത് ചിന്തിച്ചു എന്നോ, അവനും ആ മുനിയുടെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങിച്ചാൽ ഗൗരവിനെ പോലെ പണക്കാരനാവാമെന്ന് ആഗ്രഹിച്ചു. ദീപക് ഗൗരവിനോട് സംസാരിക്കുന്ന മട്ടിൽ ആ മുനി എവിടെയുണ്ടെന്ന് അവൻ ചോദിച്ചറിഞ്ഞു. ദീപക് തോക്കുമെടുത്തുകൊണ്ട് ആ മുനിയുടെ അടുത്തേക്ക് ചെന്നു. നീ ആരാണ്? ഇവിടെ എന്ത് ചെയ്യുന്നു? വായടക്കേ, എന്റെ പേര് ദീപക്. ഞാൻ ഗൗരവിന്റെ കടയുടെ അടുത്ത് ആ കടയിട്ടിരിക്കുന്നത്. നിങ്ങൾ അവന് വരം കൊടുത്ത് വലിയ തെറ്റ് ചെയ്തു. നീ തെറ്റിദ്ധരിച്ചതാണ്. ഗൗരവ് സത്യത്തിൽ നല്ല വ്യക്തിയാണ്. ഞാൻ അവന് ഒരു വരവും കൊടുത്തിട്ടില്ല. എപ്പോഴും നന്നായിരിക്കുന്നു ഞാൻ അവനെ അനുഗ്രഹിച്ചതേ ഉള്ളൂ. കിഴവാ, എന്നോട് അധികം സംസാരിക്കണ്ട. മര്യാദയ്ക്ക് എനിക്കും അതുപോലെ ഒരു വരം താ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ തന്നെ കൊന്നുകളയും. അങ്ങനെയൊന്നും ആർക്കും അനുഗ്രഹിക്കാൻ പറ്റില്ല മോനെ. തനിക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. ദീപക് മുനിയുടെ കഴുത്തിലേക്ക് പിടിച്ചു. അവൻ അദ്ദേഹത്തിന്റെ കഴുത്ത് ഞെരിച്ച് ഇങ്ങനെ പറഞ്ഞു. വേഗം അനുഗ്രഹിച്ചോ, അല്ലെങ്കിൽ തന്റെ ജീവൻ ഞാനിങ്ങെടുക്കും. ശരി, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. അടുത്ത ദിവസം ദീപക് വളരെ സന്തോഷിച്ച് അവന്റെ ബിസിനസ്സും തുടങ്ങി. ദീപക് കസ്റ്റമേഴ്സിന്റെ പ്ലേറ്റിൽ പറാത്ത വെച്ച് കൊടുത്തപ്പോൾ ആ പ്ലേറ്റിൽ പറാത്തയ്ക്ക് മുകളിൽ പാമ്പുകൾ ഉണ്ടായിരുന്നു. ദീപക് കസ്റ്റമേഴ്സിന്റെ പ്ലേറ്റിൽ എത്ര തവണ പറാത്ത വെച്ചാലും എല്ലാ തവണയും പാമ്പുകൾ വന്നു. കസ്റ്റമേഴ്സ് ദീപകിന്റെ കയ്യിൽ നിന്ന് പറാത്ത വാങ്ങുന്നത് നിർത്തി. എല്ലാ കസ്റ്റമേഴ്സും ഗൗരവിന്റെ കയ്യിൽ നിന്ന് പറാത്ത വാങ്ങി. ഗൗരവ് കസ്റ്റമേഴ്സിന്റെ തിരക്ക് വളരെ കൂടിയെന്ന് ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് 2 വേലക്കാരെ നിർത്തിക്കൊണ്ട് ഗൗരവ് ഒരു റെസ്റ്റോറന്റ് തുറന്നു. അങ്ങനെ സത്യസന്ധത പ്രയത്നം കൊണ്ട് ബിസിനസ്സിൽ മുന്നേറി ഒരുപാട് സന്തോഷത്തോടെ ജീവിച്ചു.